എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് ഒരു ഡബിൾ സൈഡ് ടേപ്പ് എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുക നോക്കാം. സെല്ലോ ടേപ്പ് യൂസ് ചെയ്യാതാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ ചെയ്തെടുത്ത ഒരു ഡബിൾ സൈഡ് ടേപ്പ് ആണ്. ആദ്യം തന്നെ നമുക്കിത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. അപ്പോൾ ഇതേ ഞാനൊരു കുഞ്ഞു പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡിലുള്ള സ്റ്റിക്കർ പേപ്പർ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു ബുക്കിലേക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മേലെയുള്ള സ്റ്റിക്കർ പേപ്പർ ഒന്ന് ഇളക്കി കളഞ്ഞിട്ട് നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ ഒരു സ്റ്റിക്കറാണിത്. ഇത് നമ്മൾ സെല്ലോ ടേപ്പ് ഇല്ലാതെ തന്നെയാണ് ഈ ഒരു സ്റ്റിക്കറും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാർഡിൽ കൊടുക്കാം, അതൊന്ന് കണ്ടു നോക്കുക. ഇനി ആ ഒരു സ്റ്റിക്കറാണ് ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടോ, നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് ചെയ്തെടുക്കാൻ വേണ്ടുന്നത് ബുക്കിൻ്റെ ലേബിൾസ് ആണ്. നമ്മൾ ബുക്കിൽ ഒട്ടിക്കുന്ന നെയിം സ്ലിപ്പുകളാണ്. അപ്പോൾ നെയിം സ്ലിപ്പ് നമുക്ക് ബുക്കിൽ തന്നെ ഒട്ടിക്കാം. നമുക്ക് വേണ്ടുന്നത് ഈ ബാക്കി വരുന്ന ഈ ഒരു പീസുകളാണ്. ബുക്കിന് നമ്മൾ ലേബിൾ ഒട്ടിച്ചതിന് ശേഷം ഇതുപോലെ നമുക്ക് റെക്റ്റാങ്കുലർ പീസസ് അതിൽ ബാക്കി കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. സ്കെയിൽ വെച്ചിട്ട് ഒന്ന് ലൈൻ വരച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു റെക്റ്റാങ്കുലർ സ്ട്രിപ്പാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിൽ നിന്നും ആ ഒരു റെക്റ്റാങ്കുലർ സ്ട്രിപ്പ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതുപോലത്തെ രണ്ട് സ്ട്രിപ്പ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ടുന്നത് ഫെവിക്കോളാണ്. ഫെവിക്കോൾ എടുത്തിട്ട് ഈ ഒരു കളറുള്ള ഭാഗമില്ലേ, അതായത് നമ്മുടെ നെയിം സ്ലിപ്പുള്ള ഭാഗമില്ലേ, ആ ഒരു ഭാഗത്ത് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ മറ്റേ രണ്ടാമത്തെ സ്ട്രിപ്പ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. നല്ല ഗ്യാപ്പ് ഇല്ലാതെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് ഉണങ്ങാൻ വെക്കണം. ഉണങ്ങിക്കഴിയുമ്പോൾ നമ്മൾക്ക് ഡബിൾ സൈഡ് ടേപ്പായിട്ട് ഇത് റെഡിയായി കിട്ടും. രണ്ട് സൈഡിലും സ്റ്റിക്കർ പേപ്പർ ഉണ്ടാവും. അപ്പോൾ നമ്മളടുത്ത് സെല്ലോ ടേപ്പോ മാസ്കിംഗ് ടേപ്പോ ഒന്നും ഇല്ലയെന്ന് വെച്ചിട്ട് ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ടാക്കാതിരിക്കേണ്ട. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഇത്തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.